സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കൃത്യം. ഈ പ്രസരം സംസ്കൃത സമാജം കോട്ടയത്ത് ആരംഭിച്ചിട്ട് 10 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാമിയാർ മഠത്തിൽ 6-7 വർഷത്തോളമായി നിരന്തരമായും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കോട്ടയം മാത്രമല്ല, കേരളമെമ്പാടും മാത്രമല്ല, ഭാരതമെമ്പാടുമുള്ള എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാ വീടുകളിലും നാടുകളിലും സംസ്കൃത ഭാഷയുടെ സംസ്കാരം എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഠന കളരി ആരംഭിക്കുന്നത്. സംസ്കൃതം ഒരു വെറും ഭാഷയല്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊരു സംസ്കാരമാണ്. സംസ്കൃത ഭാഷ പഠിച്ചാൽ അറിയാതെ ആ സംസ്കാരം ഉള്ളിലേക്ക് ആവഹിക്കപ്പെടും. മറ്റേത് ഭാഷയും ആശയം വിനിമയം ചെയ്തിട്ട് പിന്തിരിഞ്ഞു പോകും. സംസ്കൃത ഭാഷ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ സംസ്കൃത ഭാഷ നമ്മുടെ എല്ലാ വീടുകളിലും ഈ മഹനീയമായ പാണ്ഡിത്യം എത്തിച്ചേരുവാൻ ഇത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഈ കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. സംസ്കൃത ഭാഷ ആദ്യം മുതൽ അക്ഷരം മുതൽ പഠിപ്പിച്ചിട്ട് കാവ്യനാടകങ്ങളിലൂടെ അതിൻ്റെ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു കോഴ്സാണ് നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 100-120ഓളം ആൾക്കാർ, കുട്ടികൾ എന്ന് വെച്ചാൽ പ്രായമായവരൊക്കെയാണ് ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു മഹാസഭ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഋഷി പരമ്പരയിൽ ഏറ്റവും ആദരണീയനായ, ഏറ്റവും പ്രകാശം ചൊരിയുന്ന, ഭാരതമെമ്പാടും ഇന്ന് എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സതുപദേശങ്ങൾ നൽകി പരിപോഷിപ്പിക്കുന്ന കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി സ്വാമിജി അവർകളാണ്. വളരെ സന്തോഷത്തോടെ സ്വാമിജി കൃത്യം ഏറ്റെടുത്തു. ഋഷിധർമ്മത്തിന്റെ ഏറ്റവും മഹനീയമായ ഒരു മകുടോദാഹരണമാണ് സ്വാമി എന്നുള്ളത് ഞാൻ പറയാതെ കേരളത്തിലുള്ള എല്ലാ സകല സജ്ജനങ്ങൾക്കും ചിരപരിചിതമാണ് സ്വാമിജിയുടെ ശബ്ദവും മുഖവും. അത് ഒരു യായാവരന്റെ, നിരന്തരമായും സഞ്ചരിച്ചു പോകുന്ന ഒരു യായാവരനായ ഋഷിയുടെ മഹനീയമായ ദൗത്യമാണ്. ഈ സംസ്കാരം കേരളം മാത്രമല്ല, ഭാരതമെമ്പാടും സ്വന്തം ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിട്ട് ഋഷിധർമ്മത്തിന്റെ ലക്ഷ്യം എന്താന്ന് ഇപ്പോഴാണ് നമ്മൾക്ക് കാണിച്ചു തരാൻ ഒരു സന്യാസി വര്യൻ ഈ യുഗത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ചത്. വളരെയധികം അഭിമാനവും ആദരവോടും കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത്. സന്തോഷത്തോടുകൂടി കൃത്യമായിട്ടെടുത്തു. ഇന്ന് മാത്രമല്ല, സംസ്കൃത ഭാഷയിൽ ഇത്ര അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരക്ഷരം, ഒരു പദം പോലും പിഴയ്ക്കാതെ അദ്ദേഹത്തിന് സംസ്കൃത ഭാഷ സംഭാഷണം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിലെ ശാസ്ത്രങ്ങളെല്ലാം സംസ്കൃത ഭാഷയിൽ കൂടി തന്നെ പഠിച്ച് അത് സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് അധീതി ബോധ ആചരണ പ്രചരണങ്ങളാണ് സ്വന്തം ജീവിത ലക്ഷ്യം എന്ന് കണ്ടിട്ട് ഒരു അല്പം പോലും മാലിന്യം ഉണ്ടാവാതെ, അല്പം പോലും പോരായ്മകളില്ലാതെ ഈ ഭാഷയുടെയും നമ്മുടെ സമ്പത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹനീയമായ ആ ഗൗരവമായ ധൈര്യം എല്ലാ മനുഷ്യരിലും എത്തിക്കുവാൻ ധീരമായി പോരാടുന്ന ഒരു വലിയ ഋഷീശ്വരന്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. അദ്ദേഹം സന്തോഷപൂർവ്വം നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ പ്രസരം സംസ്കൃത സമാജത്തിന്റെ ഈ വർഷത്തെ ആരംഭം കുറിക്കാൻ എത്തിച്ചേർന്ന ആ മഹനീയ സാന്നിധ്യത്തിന്റെ പാദങ്ങളിൽ ഈ സഭ വിനീതമായ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും, ഈ കോഴ്സിൽ ചേരാനും അല്ലാതെ ഇവിടെ പഠിക്കുന്നവരുമായ എല്ലാ സജ്ജനങ്ങളും ധാരാളമുണ്ട്. അവർക്കും ഇതിന്റെ സംഘാടകരായ മധുചേട്ടൻ, നാരായണൻ നമ്പൂതിരി, അതുപോലെ കലാം, അതുപോലെ മഹേഷ്, ചന്ദ്രൻ ചേട്ടൻ, എല്ലാവരും ഉണ്ട് വേദിയിൽ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമവും സ്വാഗതവും അറിയിച്ചുകൊണ്ട് സ്വാമിജിയെ നമ്മുടെ ഈ വർഷത്തെ പഠന കളരി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ സ്നേഹാദര പുരസ്സരം വിനീതനായി ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വളരെ സന്തോഷത്തോടു കൂടിയാണ്
ഈയൊരു ഒത്തുചേരലിൻ്റെ ഭാഗമായിരിക്കുന്നത്. കോട്ടയം സ്വാമിയാർ മഠം തപസ്വികളായ മഹാത്മാക്കളുടെ സങ്കേതം എന്ന പോലെ ജ്ഞാനത്തിൻ്റെ, ജ്ഞാനപ്രചരണത്തിൻ്റെ വലിയൊരു കേന്ദ്രമായിട്ടാണ് കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത് അനുസരിച്ച് ഡോക്ടർ ശ്രീ വിശ്വനാഥൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ വേറെ പല വിദ്വാൻമാരെയും അവിടേക്ക് ക്ഷണിച്ചു വരുത്തി വിവിധ പഠന പദ്ധതികളുടെ കേന്ദ്രമായി അത് തീർന്നിട്ടുണ്ട്. സാന്ദർഭികമായി പലതിലും നമ്മൾ സംബന്ധിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നത് വളരെ വളരെ വലിയ ഒരു മഹനീയമായ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ്. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംസ്കൃത പഠന പദ്ധതി. പ്രാഥമികമായി അക്ഷരങ്ങൾ മുതൽ ആരംഭിച്ച് 5 വർഷത്തെ ഒരു പഠന പദ്ധതി. തീർച്ചയായിട്ടും ഭാഷയെ പരപ്പിലും ആഴത്തിലും ഒരുപോലെ പരിചയപ്പെടാൻ നിശ്ചയമായും ഈ ഒരു പദ്ധതി കൊണ്ട് ഉപകരിക്കും എന്നുറപ്പാണ്. ആരംഭത്തിൽ തന്നെ എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിക്കുകയാണ്. ഇത് ഈ ഒരു പഠന പദ്ധതി ഏറ്റവും നല്ല നിലയ്ക്ക് തീർത്തും അർത്ഥവത്തായി, തീർത്തും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കും വിധത്തിൽ പൂർത്തിയാവണം. ഇതിൻ്റെ ഒരു ലാഭം വേണ്ടതുപോലെ നേടാൻ സജ്ജനങ്ങൾ വളരെയധികം പരിശ്രമിച്ച് തന്നെ മുന്നോട്ട് വരണം. 100-ലേറെ പേര് ഇതിൽ ചേർന്നിട്ടുണ്ട് എന്ന് ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഉത്സാഹത്തോടു കൂടി അധ്യയനം എന്നുള്ളതൊരു തപസ്സാണെന്ന കാഴ്ചപ്പാടോടുകൂടി അവർക്കൊക്കെ ഈ പദ്ധതിയിൽ തുടരാൻ സാധിക്കണം. സംസ്കൃതം പഠിക്കുക എന്നുള്ളത് അത് വലിയൊരു യജ്ഞമാണ്. സംസ്കൃതം നമ്മെ സംസ്കാര സമ്പന്നരാക്കുന്നു. സംസ്കൃതം യഥാർത്ഥ ദിവ്യതയെ ആവിഷ്കരിക്കുന്നു. സംസ്കൃതം ഒരേപോലെ ദിവ്യഭാഷയുമാണ്, ലൗകിക ഭാഷയുമാണ്. സംസ്കൃതം സംസ്കൃതമാണ്, സംസ്കാര്യമല്ല. അത് സംസ്കാര്യമല്ലെങ്കിൽ വ്രാത്യമല്ല. അത് സംസ്കൃതമാണ്, സമ്യക്കായി ചെയ്യപ്പെട്ടതാണ്. നോക്കൂ, നമ്മൾ മറ്റെല്ലാ ഭാഷകളെയും ആദരിക്കുന്നവരാണ്. എല്ലാ ഭാഷകളെയും സരസ്വതിയുടെ പ്രതിരൂപമായി മാനിക്കുന്നവരാണ്. അത് ഇന്ന ഭാഷ എന്ന് വേർതിരിവില്ലാതെ എല്ലാ ഭാഷകളെയും നമ്മൾ സരസ്വതിയുടെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ കണ്ടാദരിക്കുന്നത്, ഏത് ഭാഷയായാലും. അങ്ങനെ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു പരിശോധന നടത്തി നോക്കൂ.
നമ്മുടെ ഇന്നത്തെ മലയാള ഭാഷയിൽ പ്രാചീനമായി അല്ലെങ്കിൽ പ്രാക്തനമായി നമുക്ക് ലഭിക്കുന്ന പത്രം, അതിൻ്റെ പഴയ കോപ്പികൾ അല്ലെങ്കിൽ പഴയ താളുകളിൽ പ്രയോഗിച്ചിരുന്ന ഭാഷകൾ ചിലതിലൊക്കെ ഉദ്ധരിക്കപ്പെടാറുണ്ട്. ഒന്ന് പരിശോധിക്കുക. 100 വർഷം മുമ്പ് അഥവാ 50 വർഷം മുമ്പ് പോലും പ്രയോഗിക്കപ്പെട്ടിരുന്ന ഭാഷ എത്രമാത്രം പരിവർത്തിതമായി നമുക്ക് കാണാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷ ഒരു 10, 200, 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇംഗ്ലീഷ് ഭാഷയും ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയും അജഗജാന്തരം തന്നെയാണ്. അത്രക്കേറെ പരിവർത്തനം സംഭവിക്കുകയാണ്. എന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നിർണയിക്കാൻ വയ്യാത്തത്ര പ്രാചീനമായ കാലഘട്ടത്തിൽ പ്രയോഗിക്കപ്പെട്ട സംസ്കൃതം, ഉദാഹരണം ആദി കാവ്യത്തിലെ ഭാഷ, സാഹിത്യം അവിടെ നിൽക്കട്ടെ, ആദി കാവ്യത്തിലെ ആദ്യ ഇതിഹാസത്തിലെ ഭാഷ, വാൽമീകീയ രാമായണത്തിലെ എത്രായിരം വർഷങ്ങളാണ് അതിൻ്റെ പഴക്കമെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ അതെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഇന്നും അത് അഭിനവമാണ്. എന്ന് മാത്രമല്ല, അതേ ഭാഷയാണ് സംസ്കൃതം ഇന്നും പ്രയോഗിക്കേണ്ടത്. അതിന്നും പഴകിയിട്ടില്ല. പുരാണങ്ങളൊക്കെ പുരാഭവമാണ് പുരാണം. അതേ സമയത്ത് പുരാ അപി നവവുമാണ്. പണ്ടും പുതിയതാണ്, ഇന്നും പുതിയതാണ്, എന്നും പുതിയതാണ്. ഒരിക്കലും അതിൻ്റെ സൗന്ദര്യം മങ്ങുന്നില്ല, ഒരിക്കലും അതിൻ്റെ ശോഭ കെടുന്നില്ല. വ്യവഹാര ഭാഷയിൽ നമ്മൾ സംസ്കൃതം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ പദങ്ങൾ നമുക്ക് ചേർക്കേണ്ടി വരും. ഇന്നത്തെ ലോകത്തിലുള്ള വസ്തുക്കൾ, പുതിയ സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്ത ഉപകരണങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വിനിയോഗിക്കുന്ന വസ്തുജാലങ്ങൾ, അവയെ സംബന്ധിക്കുന്ന പദങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. ഇനി അത് വേറെ ഭാഷയിലുള്ളത് പ്രയോഗിച്ചാലും തെറ്റൊന്നുമില്ല. നമ്മൾ മലയാളത്തിൽ പല ഇംഗ്ലീഷ് പദങ്ങളെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പലതിനെയും കൃത്രിമമായിട്ട് അങ്ങനെ ഉപയോഗിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായ പ്രവാഹത്തിൽ ഭാഷ സരസ്വതിയാണല്ലോ, സരസ്വതി പ്രവാഹ രൂപിണിയാണല്ലോ. ആ പ്രവാഹത്തിൽ എന്തൊക്കെ വരുമോ വരട്ടെ. അങ്ങനെ സംസ്കൃതത്തിൽ നമുക്ക് പുതിയ പദങ്ങളെ ചേർക്കേണ്ടി വരും തീർച്ചയായിട്ടും. എന്നാൽ ഭാഷ എന്നുള്ളത് അത് ഒരു മാറ്റവും വരുത്തേണ്ടതില്ലാതെ അനന്ത സാധ്യതകളോടുകൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനമാണ് അസാമാന്യമായ ബുദ്ധിവിനിയോഗം ചെയ്യുന്നവർ പോലും പ്രയോഗിക്കുന്നതെന്ന് ഇന്ന് വിദ്വാൻമാർ പറയാറുണ്ട്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും, വലിയ വലിയ തത്വചിന്തകന്മാർ പോലും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സാധ്യതയുടെ 10-15% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ അവിടെ കിടക്കുകയാണ്, ഉപയോഗിക്കപ്പെടാതെ. ഇതുപോലെ സംസ്കൃത ഭാഷയിലെ വെറും 1400 ചില്ലുവാൻ ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപങ്ങൾ നമ്മുടെ സാമാന്യ ഭാഷാപ്രയോഗത്തിൽ അത്രയ്ക്കൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ വിപുലമാണ്. അനന്ത സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് സംസ്കൃതത്തിന് മാത്രം അവകാശപ്പെട്ട മഹിമയാണ്. സംസ്കൃതത്തിന്റെ മഹിമ ഒരു തരത്തിലും പറഞ്ഞാൽ തീരില്ല. മുമ്പ് പ്രൊഫസർ ബ്ലൂംഫീൽഡിനോട് അദ്ദേഹത്തിൻ്റെ ഒരു
സർവകലാശാല പ്രസംഗത്തിന് ശേഷമുള്ള സംശയ നിവാരണ സന്ദർഭത്തിൽ തടിച്ചുകൂടിയ പ്രൊഫസർമാർ ചോദിച്ചു, അങ്ങ് അനേക ഭാഷാജ്ഞാനിയാണ്, ഭാരതീയ, ഗ്രീക്ക് പുരാണങ്ങളിലും മറ്റും അദ്വിതീയമായ പരിജ്ഞാനമുള്ള ആളാണ്. വിവിധ ദേശങ്ങളുടെ മഹിമകളെക്കുറിച്ച് അങ്ങേക്കറിയാം. അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ലോകത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതം എന്താണ്? നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. ചൈനയിലെ വൻമതിൽ പറയണോ? അത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും. അതല്ല പീസായിലെ ചെരിഞ്ഞ ഗോപുരം പറയണോ? അത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. പക്ഷേ പ്രൊഫസർ ബ്ലൂംഫീൽഡിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, ലോകത്തിലെ അത്ഭുതങ്ങളിൽ വെച്ച് മഹാത്ഭുതം പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ്. ചിന്തിക്കുക, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായിയാണ് ലോകത്തിൽ അത്ഭുതങ്ങളിൽ വെച്ച് മഹാത്ഭുതം. അഷ്ടാധ്യായി വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണെന്നറിയാമല്ലോ. 8 അധ്യായങ്ങളിൽ 4 പാദങ്ങളിലായിട്ട്, അപ്പോൾ എന്നാൽ 32 പാദങ്ങളിലായിട്ട് വിഭക്തമാണ് പാണിനി മഹർഷിയുടെ അടിസ്ഥാന വ്യാകരണ സൂത്രഗ്രന്ഥം. അതാണ് അഷ്ടാധ്യായി. മഹാത്ഭുതമാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അല്പം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അത്ഭുതം ആദരവ് വർദ്ധിക്കുക ചെയ്യുക. ഒരു വാക്യം ശ്രീമദ് ഭാഗവതത്തില് പ്രസിദ്ധമായൊരു വാക്യം ഓർമ്മ വരികയാണ്. സന്നികർഷോഹി മർത്യാണാം അനാദരണ കാരണം എന്ന്. അടുത്തടുത്ത് ഇടപഴകുന്നത്, കൂടുതൽ അടുത്തിടപഴകുന്നത് മനുഷ്യന്മാർക്ക് അനാദരവിന് കാരണമാകുമെന്ന്. ഇതൊരു സാമാന്യ ന്യായമാണ്. എന്നാൽ തത്വവിജ്ഞാനികളെ സംബന്ധിച്ച്, സാക്ഷാത്കാര സമ്പന്നരെ സംബന്ധിച്ച്, സ്വയം മഹത്വത്തെ തന്നിലേക്ക് ആവാഹിച്ചവരെ സംബന്ധിച്ച് നമ്മൾ അവരോട് അടുക്കുംതോറും അവരുടെ മഹിമ നമുക്ക് കൂടുതൽ ബോധിക്കുക ചെയ്യുക. അടുക്കുംതോറും അനാദരവല്ല ഉണ്ടാവുക. മറ്റൊരു ലോക സാമാന്യമായതാണ് ഭാഗവതം പറഞ്ഞത്. എങ്കിൽ സംസ്കൃത ഭാഷയെ സംബന്ധിച്ച് നമ്മൾ അടുക്കുംതോറും ആദരവ് വർദ്ധിക്കും. എത്ര അടുക്കുന്നു അത്ര ആദരവ് വർദ്ധിക്കും. ദൂരേന്ന് നോക്കിയാൽ അങ്ങേയറ്റം ബഹുമാനമാണ്. കുറച്ചും കൂടി അടുത്താൽ കുറേയും കൂടി ബഹുമാനം കൂടും. കുറേയും കൂടി അടുത്താൽ കുറേയും കൂടി കൂടും. ഇങ്ങനെ അടുക്കുംതോറും നമ്മളിൽ ബഹുമാനം, ആദരവ് വർദ്ധിപ്പിക്കുന്നതാണ് നിസ്സംശയം പറയാം സംസ്കൃത ഭാഷ. ഈ മഹത്വപൂർണമായ ഭാഷ നോക്കൂ, ഏത് കാലഘട്ടത്തിലാണ് ദേവനാഗരി ലിപി രൂപപ്പെട്ടതെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ച് അറിയില്ല. പ്രത്യേകിച്ചും ശാസ്ത്രങ്ങളിലെ അവയുടെ കാലത്തെക്കുറിച്ച് പഠിക്കാൻ ഒട്ടും താല്പര്യവുമില്ല. എങ്കിലും ഈ ദേവനാഗരി ലിപി ലോകത്തിൽ തന്നെ വലിയൊരു മഹാത്ഭുതമാണ്. വേറെ ഏതെങ്കിലും ഭാഷ അങ്ങനെ ഉണ്ടോ? അക്ഷരങ്ങൾ എഴുതിയിട്ട് കൂട്ടിച്ചേർത്തൊരു വരയാ മുകളിൽ കൂടെ. ചിന്തിക്കുക, നമ്മളെ ഒന്നായി സംഗ്രഥനം ചെയ്യുന്നതാണ്, നമ്മളെ ഒന്നായി ചേർത്ത് കോർക്കുന്നതാണ്. വാസ്തവത്തിൽ ഭാരതത്തിന്റെ മാതൃഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ സംസ്കൃതമാണ്. അപ്രകാരം അത് അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നു. ഇരിക്കട്ടെ, ഏതായാലും ഇത്ര മഹത്വപൂർണമായ സംസ്കൃത ഭാഷ പഠിക്കാൻ താത്പര്യത്തോടുകൂടി ധാരാളം സജ്ജനങ്ങൾ വരുന്നു. അവർക്ക് പഠിപ്പിക്കാൻ ആചാര്യന്മാർ മുന്നോട്ട് വരുന്നു. അതിന് വേദിയൊരുക്കാൻ കോട്ടയം സ്വാമിയാർ മഠം മുന്നോട്ട് വരുന്നു. ഇന്നത്തെ
നമ്മുടെ ലോകത്തിലെ COVID-19 മഹാവ്യാധിയെ തുടർന്നുള്ള ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നേർക്കൊത്തൊരുമിച്ച് വന്ന് പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നമുക്ക് അനുകൂലമാകുന്നത് വരെ പാഠങ്ങൾ മുടക്കാതെ ഓൺലൈൻ മാധ്യമത്തെ ആശ്രയിച്ചുകൊണ്ട് പാഠങ്ങൾ എടുക്കാനും പഠിക്കാനും ആചാര്യന്മാരും അതുപോലെ ജിജ്ഞാസുക്കളും ഒരുപോലെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരെയും ഹർദ്ദമായിട്ട് അഭിനന്ദിക്കട്ടെ. ഭാരതം ഭാരതമാണ്. ഭാരതം ഭാരതമായിരിക്കണം. ഭാവരാഗ താളങ്ങളുടെ സമന്വിത ഭാവം ഭാരതത്തിലുണ്ട്. കലയുടെയും വിവിധ കലാരൂപങ്ങളുടെയും, അത് നൃത്തമാകട്ടെ നാടകമാകട്ടെ, ഇവയുടെ സമന്വയമായി രൂപപ്പെട്ട വിവിധ ആവിഷ്കാരങ്ങളാവട്ടെ, സംഗീതമാകട്ടെ, സാഹിത്യമാകട്ടെ, ചിത്രകലയാകട്ടെ, വാദ്യമാകട്ടെ, അങ്ങനെ 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 വിപുലമായി പോകുന്ന ഭാവരാഗ താളങ്ങളുടെ സമന്വിതമായ ഭൂമികയാണ് ഭാരതം. എന്നാൽ ഒരു വൈയാകരണന്റെ ദൃഷ്ടിയിൽ ഭാരതം പ്രകാശത്തിൽ രതി ചെയ്യുന്നതും പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്നതുമാണ്. ഭാ ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. ഭാ ദീപ്തൗ, പാണിനീയ ധാതുപാഠം പറയും. അപ്പൊ ദീപ്തിയിൽ, പ്രകാശത്തിൽ രതി ചെയ്യുന്നത്, രതി ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഭാരതം. ഭാരതീയ സംസ്കൃതി, ഭാരതം എന്ന രാഷ്ട്രം. ശ്രദ്ധിക്കുക, ഏതാണ് ഈ പ്രകാശം? സംശയിക്കേണ്ടതില്ല. ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ കേനോപനിഷത് ഭാഷ്യത്തിൽ ഒരിടത്ത് പറയും, സർവേഷാം ശോഭമാനാനാം ശോഭനതമ ഹി വിദ്യ എന്ന്. പ്രകാശിക്കുന്ന എല്ലാത്തിലും വെച്ച് ഏറ്റവുമേറെ പ്രകാശിക്കുന്നത് വിദ്യയാണ്, അറിവാണ്. അതെ, ജ്ഞാനമാണ് പരമപ്രകാശം. ഈ ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ ആനന്ദിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രവും സംസ്കൃതിയുമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭാരതം ജഗദ്ഗുരുവാണ്. ഭാരതം ജഗദ്ഗുരുവായിരുന്നു എന്നുള്ളതിന് നിസ്സന്ദേഹം അനേക പ്രമാണങ്ങൾ നമുക്ക് പ്രാചീന ശാസ്ത്രങ്ങളിൽ നിന്ന് ലഭിക്കും. ഭാരത വർണ്ണനത്തിന് ശേഷം മനു തൻ്റെ സ്മൃതിയുടെ സമാരംഭത്തിൽ തന്നെ ഏതത് ദേശപ്രസൂതസ്യ സകാശാത് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ എന്ന് പറഞ്ഞത് ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഭാരതത്തിൽ ജനിച്ച വിദ്വാന്റെ അരികെ നിന്ന് സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ എന്ന ആശീർവാക്യമാണ്. ചിന്തിക്കുക, ലോകഗുരുവായിരുന്നു. ഇടക്കാലത്ത് അടിമത്തത്തിന്റെ ആഴക്കയങ്ങളിലേക്ക് നമ്മൾ അമർന്നു പോയി. അല്പം ചില മ്ലാനതകൾ ആ ജഗദ്ഗുരു പദത്തിന് ഇടക്കാലത്ത് വന്നു ചേർന്നു. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കും, യാതൊരു സംശയവും ഇല്ലാതെ ഇന്ന് ആ ജഗദ്ഗുരു പദത്തിലേക്ക് ഭാരതം ശക്തമായി തന്നെ വീണ്ടും ഉയരുകയാണ്. ലോകം മുഴുവൻ അല്പൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കാൻ കഴിയും. വലിയ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പരിവർത്തനം. കാരണം കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായി മതങ്ങൾക്കാകട്ടെ രാഷ്ട്രീയ തത്വസംഹിതകൾക്കാകട്ടെ ഒന്നും ഒരു സമൂഹത്തെ ദീർഘകാലം പിടിച്ചു നിർത്താൻ കഴിയില്ല. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തികുശലനാണ്. അവൻ അടിസ്ഥാനപരമായി
യുക്തിബോധമുള്ളവനാണ്. അതുകൊണ്ട് എന്തിനേയും അവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ഉത്തരം ലഭിക്കണം. അവിടെ കേവലം വിശ്വാസങ്ങളെ പറഞ്ഞ് അവനെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് പ്രയോജനമില്ല. എങ്കിൽ പറയട്ടെ, ഭാരതീയ ശാസ്ത്രങ്ങളുടെ മുഴുവൻ ഏറ്റവും വലിയ സവിശേഷത അത് പുലർത്തുന്ന യുക്തിഭദ്രതയാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന യുക്തി വിചാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തുടനീളം വിദ്യാസമ്പന്നര്, തത്വജിജ്ഞാസുക്കള്, സത്യാന്വേഷികള് ഭാരതീയ ദർശനങ്ങളിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃണ്വന്തോ വിശ്വമാര്യം എന്നുള്ള വേദവാക്യം സാർത്ഥകമായി പ്രവർത്തിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഭാരതമായി, എങ്ങനെ ഭാരതം ജഗദ്ഗുരുവായി എന്ന് ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ സമഗ്രമായ വൈജ്ഞാനിക കാഴ്ചപ്പാടിനെ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേദത്തിൽ അധിഷ്ഠിതമായി ഉപവേദങ്ങളിലൂടെ, വേദാംഗങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, തന്ത്രശാസ്ത്രങ്ങളിലൂടെ, മന്ത്രശാസ്ത്രങ്ങളിലൂടെ, സാഹിത്യങ്ങളിലൂടെ, കലകളിലൂടെ അങ്ങനെ വിപുലമായി പരിലസിക്കുന്ന നമ്മുടെ ശാസ്ത്ര ഭണ്ഡാകാരം, അതിൻ്റെ വൈപുല്യം എത്ര! ഓരോന്നിനുള്ളിലേക്കും ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. ഓരോ ശാസ്ത്രവും അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള അറിവിനെ നോക്കിയാലും അത് അവതരിപ്പിക്കപ്പെട്ട രീതിയെ നോക്കിയാലും രണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തും, സംശയമില്ല. ഈ നിധി സംരക്ഷിക്കണ്ടേ നമുക്ക്? ഈ നിധിയെ പൂർവികന്മാര് തന്നത് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? കുറെ നമ്മളിതിൽ അലംഭാവം കാണിച്ചു. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു, ഒരുപാട്. എന്നാൽ തിരിച്ചറിവെന്ന് കൈവന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇവയെ സംരക്ഷിച്ചേ മതിയാവൂ. എങ്ങനെയാണ് സംരക്ഷിക്കുക? ശാസ്ത്രരക്ഷണം എന്നുള്ളത് പാഠനങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ. സ്വയം പഠിക്കുക, അതിൽ നിഷ്ഠ പാലിക്കുക അഥവാ നിഷ്ഠ പ്രാപിക്കുക, അതിൻ്റെ മഹിമ സ്വയം സാക്ഷാത്കരിക്കുക, എന്നിട്ട് പഠിപ്പിക്കുക. ഇതിലൂടെ മാത്രമേ നമുക്ക് ശാസ്ത്രരക്ഷണം സാധിക്കൂ. വേറെ വഴിയൊന്നുമില്ല ശാസ്ത്രരക്ഷണത്തിന്. അധ്യയനവും അധ്യാപനവും. അതുകൊണ്ട് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് ധർമ്മരക്ഷയ്ക്കുള്ള മഹാമന്ത്രത്തെ വേദം നമുക്ക് ഉപദേശിച്ചു. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് മാത്രമല്ല, അവശ്യകർത്തവ്യമായ, ആവർത്തിച്ച് പറയട്ടെ, അവശ്യകർത്തവ്യമായ പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം അഥവാ ഋഷിയജ്ഞം നിബന്ധിച്ചു. ദിവസവും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. കാരണം ബ്രഹ്മയജ്ഞം അധ്യാപനമാണ്, പഠിപ്പിക്കലാണ്, അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകലാണ്. അങ്ങനെ പകർന്നു നൽകണമെങ്കിൽ നമ്മൾ സമാഹരിച്ചിരിക്കണം. ശ്രദ്ധിക്കുക. എന്ന് മാത്രമല്ല, പഠിക്കലും പഠിപ്പിക്കലും അവിടെ നിൽക്കട്ടെ, സ്വന്തം ജീവിതത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിലും ശാസ്ത്രബോധം അനിവാര്യമാണ്. ഭാരതീയ വിജ്ഞാന ഭണ്ഡാകാരത്തിന്റെ മുഴുവൻ പേടകം തുറക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കൈവശം ഒരു താക്കോല് വേണം. ആ താക്കോല് സംസ്കൃതത്തിന്റെ താക്കോലാണ്. അതുണ്ടെങ്കിലേ സാധിക്കൂ. വിഷമകരമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വയം ഉയരാനും ഭാരതത്തെ ജഗദ്ഗുരു പദവിയിലേക്ക് ഉയർത്താനും നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചം ആവശ്യമുണ്ട്. ആ വെളിച്ചം സംസ്കൃതത്തിന്റെ വെളിച്ചമാണ്, സംസ്കൃതം നൽകുന്ന വെളിച്ചമാണ്. അതുകൊണ്ട്
സംസ്കൃതം പഠിക്കുക എന്നുള്ളത് നമ്മുടെ അവശ്യ കർത്തവ്യമാണ്. അപ്പോഴേ നമ്മൾ വാസ്തവത്തിൽ ഭാരതാംബയുടെ സുപുത്രന്മാരായിട്ട് തീരുകയുള്ളൂ. പൂർണ്ണമായി പഠിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ചോദ്യം അവിടെ നിൽക്കട്ടെ. അല്പമെങ്കിൽ അല്പം, അത് മതി. ആ അല്പം അനൽപമായ ഫലത്തെ തരും. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് യോഗത്തെ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ച് ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ പറഞ്ഞത് ഇവിടെയും ശ്രദ്ധേയമാണ്. അല്പം പഠിച്ചാൽ അത് നമ്മളെ അനൽപമായ ഗതിയിൽ മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് സംസ്കൃതം പഠിക്കണം. പലപ്പോഴും പറഞ്ഞു കേൾക്കുക സംസ്കൃതം വളരെ പ്രയാസമാണെന്നാണ്, പഠിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് പലരും പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട്. അങ്ങനെ പറയുന്നവരോട് ലളിതമായൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ പഠിച്ചിട്ടാണോ പറയുന്നത്? വേണ്ടതുപോലെ ശ്രദ്ധാപൂർവം സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിച്ച ശേഷമാണോ നിങ്ങൾ പറയുന്നത്? അല്ല, പഠിക്കാതെയാണോ? കേട്ടുകേൾവിയാണോ? പഠിച്ചവർ പറയില്ല പ്രയാസമാണെന്ന്. കാരണം സംസ്കൃതം നമ്മുടെ ഹൃദയ ഭാഷയാ. സംസ്കൃതം നമ്മുടെ ഉള്ളിലുണ്ട്. അല്പം ചില പൊടി തട്ടിയെടുക്കുക വേണ്ടു. അത് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സംസ്കൃതത്തെ പറ്റി സംസ്കൃതം മൃതഭാഷയാണെന്ന് പലരും പറയാറുണ്ട്. ഇത് വളരെ വേദന തോന്നിപ്പിക്കുന്നത് സംസ്കൃതം കൊണ്ട് ഉപജീവനം ചെയ്യുന്നവരടക്കം ഇത് പറയുന്നു. സംസ്കൃത അധ്യാപകർ ഇത് പറയുന്നു. യൂണിവേഴ്സിറ്റികളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരും അതിന്റെ ഫലമായിട്ട് ശമ്പളം മേടിക്കുന്നവരുമായവര് പലപ്പോഴും പൊതുവേദികളിൽ പറയുന്നു സംസ്കൃതം മൃതഭാഷയാണെന്ന്. അതെ, സംസ്കൃതത്തിനായിട്ട്, സംസ്കൃത പ്രസരണത്തിനായിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയിലെ സമുന്നത പദവി അലങ്കരിച്ചിരുന്ന ഒരു അധ്യാപകൻ അതിൻ്റെ ഒരു പ്രാദേശിക കേന്ദ്രത്തിൽ വന്നിട്ട് കുട്ടികളോട്, സംസ്കൃതം വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സംസ്കൃതം ഒരു മൃതഭാഷയാണെന്ന്. ആശ്രമത്തിൽ സ്ഥിരമായിട്ട് വരുന്നൊരു മോളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ആ മോൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അങ്ങേക്ക് സംസ്കൃതം മൃതഭാഷയാണ് എന്ന് പറയാൻ 4 പദങ്ങൾ പ്രയോഗിച്ചതിൽ 3 സംസ്കൃതം പ്രയോഗിക്കേണ്ടി വന്നുവല്ലോ. സംസ്കൃതം മൃത ഭാഷ ആണ് എന്നുള്ളിടത്ത് ആണ് എന്നുള്ളത് മാത്രമാണ് സംസ്കൃതേതര ശബ്ദം. 4ൽ 3 സംസ്കൃത ശബ്ദങ്ങളാ. അങ്ങനെ സംസ്കൃത ശബ്ദം പ്രയോഗിച്ചിട്ടാണ് സംസ്കൃതം മൃതഭാഷയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് മൃതഭാഷയല്ല, സജീവമായി ജീവിക്കുന്ന ഭാഷയാണ് സംസ്കൃതം എന്ന് നമ്മൾ അറിയണം. നമ്മുടെ വിജ്ഞാന ഭണ്ഡാരം മുഴുവൻ വിരചിക്കപ്പെട്ടത് സംസ്കൃതത്തിലാണെന്ന് അറിയണം. ഈ സംസ്കൃതത്തിലൂടെ മാത്രമേ ഭാരത ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നറിയണം. അതോടൊപ്പം ഇത് എത്രമാത്രം സംസ്കാര സമ്പന്നരാക്കുന്നു നമ്മളെ. നോക്കൂ, സംസ്കൃതം പഠിച്ചാൽ വലിയൊരു ഉപദ്രവമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. വലിയ ഉപദ്രവമാ. അതെന്താ? അത് 4 തെറി പറയണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. വേറെ ഏത് ഭാഷയായാലും, ഇപ്പൊ മലയാള ഭാഷ കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കുറേ തെറിവാക്ക് അതിലുണ്ട്. ഇംഗ്ലീഷ് വളരെ കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കുറെ തെറിവാക്കുണ്ട്. ദേഷ്യം പിടിച്ചാൽ പലരും ഇംഗ്ലീഷിലാണ് തെറി പറയാറ്. അതുപോലെ മിക്ക ഭാഷകളിൽ ഒരുപാട് തെറിവാക്കുകളുണ്ട്. വാക്ക് തെറിയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല കേട്ടോ. വാക്കിന്റെ വിനിയോഗമാണ് അതിന് ചീത്ത വാക്ക് എന്നുള്ളൊരു ഭാവത്തെ നൽകുന്നത്. അല്ലാതെ ഒരു വാക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ വിനിയോഗിക്കപ്പെട്ട അക്ഷരങ്ങളെ അപഗ്രഥിച്ചാൽ അതിലൊരു ചീത്തത്വം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അത് പ്രയോഗിക്കുന്ന രീതി കൊണ്ടും അതിന് ഒരു പ്രദേശത്ത് ലബ്ധമായിട്ടുള്ള അർത്ഥം വെച്ചിട്ടുമൊക്കെയാണ് അത് തെറിവാക്കാവുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ അങ്ങനത്തെ പദങ്ങൾ ഇല്ല. വല്ലാതെ ദേഷ്യം പിടിച്ച സംസ്കൃതത്തിൽ എന്താ വഴക്ക് പറയുക? മൂർഖ, വിഡ്ഢി, കോയം ബാല, ഇതെന്തൊരു കുട്ടിയാത്, എന്താണത്, എന്ത് കുട്ടിത്തം കളിക്കണത്
ഇങ്ങനെയൊക്കെയാ തെറി പറയുക ദേഷ്യം പിടിച്ചാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴാ തെറിവാക്ക് പറയേണ്ടി വരണേ? ആര് കേൾക്കുന്നോ അവര് മോശക്കാരാവുമ്പോഴല്ല, ആര് പറയുന്നോ അവര് മോശക്കാരാവുമ്പോഴാ. ഇവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല ദുർഗന്ധം, ആ വരുന്നത് ഏത് പ്രദേശത്തു നിന്നുള്ള കാറ്റിലാണോ ആ പ്രദേശത്താ ദുർഗന്ധം. ഇതുപോലെ ഏത് വായയിൽ നിന്നാണോ ദുഷിച്ച വാക്കുകൾ പുറത്തേക്ക് വരുന്നത് അവിടെയാണ് ദോഷമുള്ളത്, അല്ലാതെ കേൾക്കുന്ന ആൾക്കല്ല. കേൾക്കുന്ന ആൾക്ക് ഒരു ദോഷവും ഇല്ല. എന്താ ദോഷമുള്ളത്? അപ്പോൾ സംസ്കൃതം നമ്മൾക്ക് ഒരു ചീത്തവാക്ക് പറയേണ്ടുന്ന ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തുന്നു. വഴക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മഹിമ അനുഭവിച്ച് തന്നെ അറിയണം. എത്ര കൂടുതൽ പഠിക്കുന്നു അത്ര കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാം. പിന്നെ പ്രയോഗത്തിൽ തെറ്റ് വരില്ലേ എന്നുള്ള സംശയങ്ങൾ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ വീണിട്ട് തന്നെയാ നടക്കാൻ പഠിക്കുക. അതുകൊണ്ട് പ്രയോഗിക്കുന്ന സമയത്ത് തെറ്റ് വന്നു. ചിലർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്, സംസ്കൃതം ആർഷഭാഷയാണ്, സംസ്കൃതം വേദഭാഷയാണ്, സംസ്കൃതം ദേവഭാഷയാണ്, അതുകൊണ്ട് അതിൽ തെറ്റ് വരുത്താൻ പാടില്ല, തെറ്റ് വന്നു കഴിഞ്ഞാൽ പാപമാണ്, മഹാപാപം ഉണ്ടാവും, ശാപം ഉണ്ടാവും, ആർഷശാപം ഉണ്ടാവും എന്നൊക്കെ പലർക്കും ധാരണ ഉണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം വേദഭാഷ, ദൈവഭാഷ, ആർഷഭാഷയൊക്കെ ആണെങ്കിലും സംസ്കൃതം ലൗകിക ഭാഷയുമാണ്. ഒരു വിരോധവും ഇല്ല അങ്ങനെ പറയുന്നതിന്. ലോകഭാഷയുമാണ്, ലോക വേദ ഭാഷയാണ്. അപ്പോ തെറ്റ് വന്നു വെച്ചിട്ട് ഒരു പ്രയാസവും ഇല്ല. തെറ്റ് വരുത്താനുള്ള ഒരു അധികാരപത്രമായിട്ടുള്ള വാക്യമല്ല ഇത്. തെറ്റ് വരുത്താതിരിക്കണം. പക്ഷേ തെറ്റ് വന്നു വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ആരും തന്നെ വീഴാതെ നടക്കാൻ പഠിച്ചവർ ഈ കൂട്ടത്തിലില്ല. വീണിട്ട് തന്നെയാ നടക്കാൻ പഠിക്കണം. അത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വീഴാതെ നടക്കാൻ പഠിക്കുന്നത്. ഇതുപോലെ നമുക്ക് തെറ്റുകൾ പലത് സംഭവിക്കട്ടെ. സംസ്കൃതം പോലെ ഒരു 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 അനന്ത സാധ്യതയുള്ള ഭാഷാ പ്രയോഗത്തിൽ അനവധി തെറ്റുകൾ നമുക്ക് സംഭവിക്കും. പ്രൗഢ ഭാഷയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തെറ്റ് സംഭവിക്കും. പരമാർത്ഥമാണ്. ആയിക്കോട്ടെ, അതാണല്ലോ തിരുത്തപ്പെടുക. ശരിയാക്കാൻ പറ്റുമോ? ശരിയാക്കാൻ പറ്റില്ലല്ലോ. തെറ്റല്ലേ ശരിയാക്കാൻ പറ്റൂ. പിന്നെ ചിലർ പറയും, സ്വാമി ഇത് 5 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് മുടങ്ങിപ്പോയാലോ? തുടങ്ങാത്ത എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയതല്ലേ മുടങ്ങിയിട്ടുള്ളൂ. ചിന്തിക്കുക. തുടങ്ങാത്ത ഒന്നും ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്പം പഠിച്ചാൽ അത് മഹത്തമമാ, അമൃതം പോലെയാ. അമൃതം അല്പം അണിച്ചാൽ അത് മതി. അത് ചിന്തിക്കുക. അതുകൊണ്ട് പറയാനുള്ളത്, ആചാര്യന്മാര് പഠിപ്പിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അതിനുള്ള മാധ്യമങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി വിദ്യാർത്ഥികൾ, ജിജ്ഞാസുക്കൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക. എങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ പഠന പദ്ധതി അതിനെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. പല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്. ഏതായാലും വ്യാകരണ പഠനത്തിന് പ്രാധാന്യം ഉണ്ടാവും എന്നുറപ്പാണ്. വ്യാകരണത്തോടൊപ്പം ശിക്ഷയുണ്ടാവും. ശിക്ഷ എന്ന് കേട്ടിട്ട് ആരും പേടിക്കണ്ട, ഉച്ചാരണത്തിന്റെ ശാസ്ത്രം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ വ്യാകരണത്തിൽ തന്നെ അന്തർഭവിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശിക്ഷാ പഠനം ഉണ്ടാവും. അപ്പൊ ശിക്ഷയും വ്യാകരണവും പിന്നെ നമ്മൾ പ്രായോഗികമായി പരിചയപ്പെടും. എന്തായാലും അതിന് അല്പസ്വല്പം കാവ്യ, നാടക, ശാസ്ത്ര വിഷയങ്ങൾ, നല്ല പ്രകരണ ഗ്രന്ഥങ്ങൾ ഒക്കെ പ്രയോഗിച്ച് ഒപ്പത്തിനൊപ്പം ലൗകിക ഭാഷാ പ്രയോഗം കൂടി ശീലിച്ച് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാം. വളരെ നല്ല ഒരു ഫലം ചെയ്യും. നമുക്ക് തന്നെ ഉള്ളിലൊരു വെളിച്ചം പ്രകാശിക്കും സംസ്കൃതം പഠിക്കുന്നതിലൂടെ. ഇതിലൊരു സംശയമില്ല. സുഭാഷിതങ്ങളുടെ വലിയ ഒരു സാഗരം തന്നെ സംസ്കൃത ഭാഷയിലൂടെ നമുക്ക് പ്രവേശിച്ച് ആനന്ദിച്ച് കഴിയാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഭാഗവതത്തെ സംബന്ധിച്ച് സ്വാദു പതേ എന്ന് പറയാറുണ്ട്. കേവലം ഭാഗവതത്തെ സംബന്ധിച്ച് മാത്രമല്ല,
സംസ്കൃത വാങ്മയം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. മഹാത്ഭുതങ്ങളുണ്ട് സംസ്കൃത ഭാഷയിൽ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ ഒരു മഹാത്ഭുതമായിട്ടുള്ള നിരനുനാസിക പ്രബന്ധം, അല്ലെങ്കിൽ ഈ പ്രാതിശാഖ്യ ഗ്രന്ഥങ്ങളിൽ ശൗനക മഹർഷിയുടെ ഋഗ്വേദീയ പ്രാതിശാഖ്യം, ഇതൊക്കെ ചില ഉദാഹരണമായി തോന്നിയേ പറഞ്ഞു മാത്രം. അല്പം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും ആ മഹത്വത്തിൽ. എന്നല്ല, അതിനനുസരിച്ച് നമ്മൾ ഒരു ഭാഗത്ത് വലുതാവും, മറ്റൊരു ഭാഗത്ത് വിനയാന്വിതരാവും. സാധാരണ പലപ്പോഴും ഈ വലുതാവുക പറയുമ്പോൾ വിനയം കുറയണതായിട്ടാണ് കാണുക. എന്നാൽ സംസ്കൃതമാകുന്ന മാധ്യമത്തിലൂടെ എത്ര വലുതാവണോ അത്ര വിനയം കൂടുക, സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മഹിമകളെയും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ സംസ്കൃതം, അത് ശ്രദ്ധയോടുകൂടി അധ്യയനം ചെയ്യാൻ സാഹചര്യം വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പദ്ധതി. അതിൽ തന്നെ അക്ഷരം മുതൽക്ക് അങ്ങോട്ട് തുടങ്ങി മുന്നോട്ട് പോണ ഒരു ശൈലിയിലാണ് പഠനം. അതുകൊണ്ട് ഇത് പ്രയോഗശേഷി നമ്മളിൽ ഉണ്ടാക്കട്ടെ, നല്ലപോലെ പ്രയോഗശേഷി നമ്മളിൽ ഉണ്ടാക്കട്ടെ. സംസ്കൃതത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. സാന്ദർഭികമായി പറയട്ടെ, ഈ സംസ്കൃത അധ്യയനം ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ സ്വാധ്യായം ചെയ്യണം. ആചാര്യൻ പഠിപ്പിച്ചു തരുന്നത് മാത്രം പോരാ, ആചാര്യൻ പഠിപ്പിച്ചു തരുന്നത് നല്ലതുപോലെ സ്വാധ്യായം ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരായണങ്ങൾ, ശ്രവണങ്ങൾ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ശീലിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു സംസ്കൃത വാങ്മയം, അത് പ്രാചീന ഗ്രന്ഥം മാത്രം പോരാന്നാ പറയുക. വർത്തമാനകാലത്തിൽ ഉള്ള നല്ല നിലവാരമുള്ള ഏതെങ്കിലും ചില പാരായണങ്ങൾ നമ്മൾ നിശ്ചയിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് സംസ്കൃത മാസികകൾ നമുക്കുണ്ട്, സംഭാഷണ സന്ദേശം പോലുള്ളത്. സംസ്കൃത ദിനപത്രം നമുക്കുണ്ട്. ലോകത്തില് സംസ്കൃത ദിനപത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഭാരതത്തിൽ നിന്ന് മൈസൂരിൽ നിന്നാണ്. സുധർമ്മ എന്നാണ് പേര്. ദിനപത്രമാണ്. അതിന്റെ വാർഷിക വരിസംഖ്യ 500 രൂപയാണ്. തപാലില് കുറേയൊക്കെ കിട്ടാതെ ആയി പോവും, എങ്കിലും കിട്ടുന്നത് മെച്ചം. അപ്പം വർത്തമാന പത്രമാവുമ്പോൾ ലോകവാർത്തകൾ, ആ ലോകവാർത്തകളെ ശുദ്ധമായ സംസ്കൃതം എന്ന് പറയണം. അല്ലാതെ സംസ്കൃതത്തിൽ യാതൊരു വൈകല്യവും അതിലില്ല. അത്ര ശുദ്ധ സംസ്കൃതമാണ് അതിൽ ഈ സുധർമ്മ. അത് അങ്ങനെയുള്ള എന്തെങ്കിലും പത്രങ്ങളൊക്കെ വായിക്കുക. അതൊക്കെ വളരെ ഗുണം ചെയ്യും. എങ്ങനെയായാലും ഈ പഠന പദ്ധതി വലിയൊരു യജ്ഞമാണ്. ആ യജ്ഞത്തിന്റെ തുടക്കമാണ് ഇന്ന്. ഇത് ശുഭമായി പര്യവസാനിക്കട്ടെ. കൂടുതൽ പേരിലേക്ക് ഇതിന്റെ സന്ദേശം എത്തട്ടെ. പഠിച്ചവര് നല്ലതുപോലെ അതിനെ അറിഞ്ഞ് സ്വയം സംസ്കൃത മഹിമ, തദ്വാര സംസ്കൃതിയുടെ മഹിമ, ഗൗരവം ഉൾക്കൊള്ളുക. അടുത്ത ഘട്ടത്തിൽ അതിനെ പ്രചരിപ്പിക്കുക. അങ്ങനെ അധീതി, ബോധ, ആചരണ, പ്രചരണങ്ങളിലൂടെ നമുക്ക് ഈ സംസ്കൃത മാതാവിനെ കൂടുതലായിട്ട് സേവിച്ച് കൃതാർത്ഥരായി തീരാം. അത് നമ്മുടെ ഒരു അവശ്യ കർത്തവ്യമാണ്. ആ അവശ്യ കർത്തവ്യ നിർവഹണത്തിനുള്ള സാധ്യതയാണ് വന്നു ചേരുന്നത് എന്നുള്ളതിൻ്റെ സന്തോഷം ഹർദ്ദമായിട്ട് പ്രകടിപ്പിച്ച് എല്ലാ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഇത് നല്ല വിജയമായി തീരട്ടെ എന്ന് സങ്കല്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദീർഘമായ ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല. ധാരാളം ആശംസാ ഭാഷണങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. ഏതായാലും വളരെ നല്ല ഒരു കാര്യപരിപാടിയായിട്ട് ഇത് തീരട്ടെ എന്ന് വീണ്ടും ഹർദ്ദമായി സങ്കല്പിച്ച് എല്ലാവരുടെയും സങ്കല്പത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ചെയ്തതായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. വളരെ സന്തോഷം.
ഇത്രയും സമയം സംസ്കൃത ഭാഷയുടെ ഹിമഗിരി വിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അതിൻ്റെ എല്ലാത്തരം മാഹാത്മ്യങ്ങളും സരളതയും ഗഹനതയും ഗൗരവവും എല്ലാം പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തി ഒരു ഉത്കൃഷ്ടനായ ഋഷിയും ആചാര്യനുമായി തീർന്ന സ്വാമിജി ഈ അരമണിക്കൂർ സമയം സംസ്കൃത ഭാഷയുടെ എല്ലാത്തരം മഹാത്മ്യവും പ്രചോദനവും നമ്മിലേക്ക് അനുസ്യൂതമായി ഒഴുക്കി അങ്ങയുടെ വാക്കുകൾ ഈ സഭയിലുള്ള എല്ലാവർക്കും ഒരു സഞ്ജീവനിയായി തീരും എന്നുള്ളതിന് ആ ഒരു ആശങ്കയില്ല. ഈ സഭയുടെ എല്ലാത്തരം വിനയ ആശംസകളും പ്രണാമങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ ഈ സഭ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ